ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എന്ത് വീഡിയോ എടുക്കേണ്ടതെന്ന് തിരിയുന്നില്ല കേട്ടോ. പണികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെന്നാ ഇപ്പോൾ പറയുക, വേറെ എന്തെന്നാ ഇപ്പോൾ അറിയാനുള്ള ഡെയിലി വ്ളോഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാം വേണ്ടേ. ഇന്നിപ്പോൾ കുഞ്ഞിനെ അവളെയും കാണാൻ പോകുന്നുണ്ട്. അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ അല്ലേ. ഇവിടെ പണികൾ എവിടം വരെ എത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കിച്ചണിൻ്റെ ഒക്കെ വർക്കൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കഴിയുന്നുണ്ട്. നമുക്കൊന്ന് വീടും പരിസരമൊക്കെ കാണാം. ഇതാ ഇവിടെ ഒക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, ലൈറ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇത്രയും വലിയ സ്ഥലമൊക്കെ ആയത്. പിന്നെ ബേക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയുള്ള പുല്ലൊക്കെ ഇനി പറിക്കേണ്ട ആവശ്യമില്ല, നടന്ന് പുല്ലൊക്കെ അങ്ങ് പോയിക്ക്. ഇവലിയ തിരുമ്പുന്ന കല്ലൊന്ന് കെട്ടിയിട്ട് വേണേന് 2 പാൻറ് ഷർട്ടും തിരുമ്പിയിടുക. ശുചിത്തിന് അതിനൊന്നും നേരെയില്ല, അവനോട് ലെവലാക്കുന്നതാണ്. അപ്പോൾ അടുക്കളയിലെ ജോലി ഇതൊക്കെ കണ്ട നല്ല കട്ടിങ് കണ്ട, അതെല്ലാം സുജിത്തിൻ്റെ ഒരു കട്ടിങ്. അത് ഇതേപോലെ മിനിസാക്കാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും മിനിസാക്കി തരും സുജിത്ത് അല്ലേ. അപ്പോൾ ഇതാ ഒരു ഉണങ്ങിയ കമ്പിൻ്റെ മുകളിലാട്ടോ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം കണ്ടില്ലേ, താഴത്തൊക്കെ ഈ കട്ടിങ് കണ്ടില്ല. ഈ കട്ടിങ് ഒന്നും നമ്മൾ ആദ്യത്തെ അടുക്കളക്ക് ഇല്ലേനു, അതുകൊണ്ട് വലിയ അടങ്ങാറായിരുന്നു. വെള്ളം ഇങ്ങനെ കെട്ടി വന്നിട്ട് ഇതിപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയിരിക്കും. ഇവിടെ ലേശം ഒന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. വീഡിയോയിൽ നിങ്ങളെല്ലാവരും ഈ തേക്ക് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞില്ല, ഉരുണ്ട് വീഴും ചരയിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് കണ്ടിക്ക്. അപ്പോൾ നിങ്ങളെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് നല്ല ബേജാറായി കിട്ടാ. സംഭവം അറിയിക്കണ്ടവർ അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ വീഡിയോ എടുത്തത്. ഇനിയിപ്പോൾ ഓല് മുറിക്കാണ്ട് നമുക്ക് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. അതിൽ കെട്ടിയണ്ട ഇനിയിപ്പോൾ ആടെ ഇവിടെയൊക്കെ അതിലായിരിക്കും. ഇതാ പോരായിട്ട് അതിൻ്റെ ഇടക്കെല്ലാം കെട്ടിയണ്ട ആടെല്ലാം. അതാ സ്ഥിതി. പിന്നെ അനിയൻ ഇന്ന് ജോലിക്ക് കാര്യം കേട്ടോ. അവന് ജോലി കിട്ടി, ഇന്ന് മുതൽ ജോലിക്ക് കാര്യം. ഏടിയാന്നൊന്നും പറയാനില്ല, അവനൊരു സ്കൂളിൽ കയറിയിക്ക്. അൽഹംദുലില്ലാ. ഓക്കെ, നമുക്ക് മിന്നുവിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടുത്തെ വിശേഷങ്ങൾ അത്ര തന്നെയാണ്. പണി ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കഴിയാനായിക്ക്, കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. എന്നിട്ടാണ് ഗ്രില്ലിൻ്റെ പണിയൊക്കെ തുടങ്ങുക. പെരുന്നാക്കി പോലെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാവോ എന്നുള്ള ടെൻഷനിലാണ് ഞാൻ. അത്ര ദിവസമല്ലേ ഇനി ഉള്ളൂ, എന്താ ചെയ്യാം അല്ലേ. പരിപാടിയില്ലേ? ഓ മനസ്സിലായിക്കാ. നിങ്ങളെ കുറേ ഇവിടെ കാണാത്ത നിങ്ങള് ഉണ്ടാവലുണ്ടോ? ഞാൻ അധികം നോക്കലുണ്ട്. 2 എണ്ണം എടുത്തോ. പരിപാടിയില്ലേ? ഓ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം തന്നെ ഉണ്ട്. കൊറേ ആയി. ഞാനോ അടിപൊളി നോർക്കാട്ടോ. ഇതന്നെ ഇപ്പം ചെയ്യുന്നത് ഇങ്ങനെ എടുക്കല്. നിങ്ങൾക്ക് ഞാൻ ആരാന്ന് മനസ്സിലായിക്കോ? നല്ലൊരു പരിചയമുണ്ട്. എവിടെയാന്ന് അറിയുന്നില്ല. ഒരിക്കൽ നമ്മളിങ്ങനെ ഇവിടുന്ന് പരിചയപ്പെട്ടതാ, മുറുക്ക് വാങ്ങിയിട്ട്. എൻ്റെ ഓളെപ്പോൾ വാങ്ങുന്നതായി ഭാര്യ. അതിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഓളെ ഫേവറേറ്റ് മുറുക്കായി. 2 എണ്ണം എടുത്തോ. ഈ മുറുക്കിൻ്റെ കഥ ഞാൻ പുരയിലെത്തിയിട്ട് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരാള് കൂടുതലും മനുഷ്യനാണ്. എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയാ? എമ്മിവാവേ നല്ലൊരു ഉറക്കില്ലല്ലേ, ഒന്നും പറയണ്ടല്ലേ. ഇനി എന്താ വർത്താനം പറയുന്നത്? എന്നോട് ഡോക്ടർ എന്നാ പറഞ്ഞേ? ഡോക്ടർ എന്നോട് എന്താ 1 മാസത്തേക്ക് മിണ്ടരുത് തന്നിക്കില്ല വലിയ കുറച്ചു നേരം? 1 മാസത്തേക്ക് വേണ്ടി ഞങ്ങളെ ശരിയാവില്ല. എന്താ ബാക്കിയുള്ള ലേശം സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചതിന് 1 മാസമെങ്കിലും ഇവള് ഉണ്ടല്ലോ. അതല്ല 250 ഉറുപ്പ്യ. അതാ ഞാൻ പറഞ്ഞേ, ഇനി കുറച്ച് ദിവസം മിണ്ടാണ്ടെന്ന് നിൽക്കുന്നു. 250 ഉറുപ്പ്യ എന്തിന്? എനിക്ക് പ്രൊമോഷൻ ചെയ്തതിന്റെ പൈസ അല്ലേ. ഇവര് ഓരോ പ്രൊമോഷൻ എല്ലാം കിട്ടും, ആകെ കിട്ടുക ചെറിയ പൈസ. അതിൽ 250 ഇവക്ക് കൊടുക്കണം. ബാക്കി പിന്നെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവോ? 1 കിലോ തക്കാളി ലേശം ഉള്ളിയും വാങ്ങിയാൽ പിന്നെ തീർന്ന്. എന്താ ചെയ്യാ? തൽക്കാലം കുറച്ച് അപ്പാടം മുണ്ടിവിടല്ല, കുറച്ച് മുണ്ടിക്കോ. പല്ല് പറിച്ചാൽ ബോധം വേണ്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ മിണ്ടാണ്ടെന്നാലേ നിങ്ങൾ ശരിയാവില്ല. നിങ്ങൾ എവിടെ പോയി, നിങ്ങൾ എന്താക്കുക, നിങ്ങളൊന്ന് വെറുതെ ആണോ ഒക്കെ അറിയണം. കറങ്ങുന്നൊക്കെ എനിക്കറിയാമല്ലേ. എന്തായാലും ഞാൻ പല്ലറച്ച അന്ന് ഞാൻ ഫോൺ ചെയ്തില്ലല്ലോ, പിറ്റേന്നല്ലേ. തൽക്കാലം ഇതാ ഈ പിന്നെ ഇത് തിന്നോ, നുറുക്ക. നമ്മളെ ഇഞ്ചെ ഫേവറേറ്റ് മറ്റേ കാക്കയില്ലേ, മറ്റേ കുന്നാമംഗലത്ത് നോക്കുന്ന. എന്താ
ഇനി ബായിലാണ്ട് ഇങ്ങനെ കലകലാന്ന് പറയുന്നതിനില്ലല്ലോ നുറുക്കുന്നതാണ് എനിക്ക് പ്രശ്നം. സൈഡത്തെ പല്ല പറിച്ച് ഇത് നുറുക്കൊക്കെ തിന്നുന്നു. അത് മറ്റേ ഭാഗമായിട്ട് ചമച്ചങ്ങന്നോ അതിൽ ഇങ്ങനെ കൊണ്ട് വിചാരിച്ചാൽ കഴിയൂ. ഇനി കളകള പറയുന്നത് എനിക്ക് നുറുക്കില്ലേ, അരിനുറുക്കല്ലേ. മുത്തുണ്ടാവും വിചാരിക്കുന്നു. ഇവലെന്ത് നായിതി പറയുന്നത്, എനിക്കൊന്നും ഒങ്ങാനും ആനില്ലാലോ അല്ലേ. അപ്പോൾ പല്ല് പറിച്ചിട്ടും കാര്യമില്ല, ഇവലെല്ലാം കാര്യം ഇങ്ങനെ തന്നെയാണ്. ഒരു 3-4 പല്ല് ഒരുമിച്ച് പറിക്കണം, എന്നാൽ കുറച്ച് മിണ്ടാണ്ട് കഴിക്കും. അന്ന് എത്തുന്നതിനും അവിടെ നട്ടായി എന്നിട്ട് അന്നേരം മറ്റേ കൊട ഇങ്ങനെ കാണിക്കുക തലകൊണ്ട്. അന്നേരം ഞാൻ നിങ്ങളെ ആദ്യമായിട്ടല്ലേ പല്ലറിക്കാൻ പോകുന്നത്. അല്ല അതിന്റെ മുമ്പ് പോയപ്പോ ഒരൊച്ച പോലും ഞാൻ ഉണ്ടാക്കിയില്ല. സൂചി വെച്ചപ്പോ മാത്രം എനിക്ക് വേദന അറിഞ്ഞില്ല. ആദ്യം പറിച്ചു തരും. ഇത് സൂചി വെച്ചപ്പോ നല്ലോണം വേദന അറിഞ്ഞ്. അതിന് എനിക്കറിയാം സൂചി വെക്കുന്ന വേദന സഹിച്ചാൽ മതിയല്ലോ, പറിക്കുന്ന അറിയൂലോ എന്നൊക്കെ ഉള്ള ധൈര്യത്തിൽ നിന്നതാ. പറിച്ച് ശീലമുള്ളതുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് ഇവിടെയൊക്കെ ചെറിയൊക്കെ ഒന്ന് തരുത്തി നമ്മൾ പുറത്ത് പോയിരുന്നേരം. പിന്നെ ആ തരിപ്പ് ഇങ്ങനെ മെല്ലെ മെല്ലെ പോയോണ്ട് ഞാൻ ഡോക്ടറോടൊന്ന് കണ്ണിട്ടതാ. തരിപ്പ് അധികം ആക്കണ്ട, ലേശം വേദന ആക്കട്ടെ. എന്നോട് ഓരോന്ന് പറയുന്നതിന് എന്താ ഇനി എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാ. പല്ല് പറിക്കുമ്പോൾ നല്ല പണി നിങ്ങൾക്കില്ലേ പല്ല് വെക്കാന്? ഞാനും പറയും എനിക്കൊരു 3-4 പല്ല് അടിയിൽ വെക്കുവാനുണ്ട്. നിങ്ങളവിടെ ആരെയാടെങ്കിലും സെക്കൻഡ് ഹാൻഡ് പല്ലുണ്ടോ? അതായത് അധികം പ്രായമില്ലാത്ത കേട്ടോ, 10 60 വയസ്സുള്ള പോലെ വല്ലൊന്നും വേണ്ട. ഏകദേശം ഒരു 30-35 പ്രായമുള്ള ഡെയിലി പല്ല് തേക്കുന്ന അല്ല, ഡെയിലി പല്ലൊക്കെ തേച്ച് നല്ല പിന്നെ മറ്റേ ഇതെല്ലാം ഉണ്ടല്ലോ ഇങ്ങനെ കുളുകുളു ആക്കുന്നതിൻ്റെ പേരെന്തേനും ആഫ്റ്റർ ഷേവിങ് ലോഷൻ അല്ല മൗത്ത് ഫ്രഷ്നറെല്ലാം ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ജാതി പല്ലുങ്ങളെടുത്തുണ്ടെങ്കിൽ 2 കോമ്പല്ല് വേണം സൈഡിൽ വെക്കുക. ഇനി കോമ്പല്ല് എന്നാ പറയുക, ഹൈറ്റാ 2 വേണം. എന്നാൽ പിന്നെ വെറുതെ പൈസ കൊടുത്തൊരു പല്ലിനെല്ലാം എന്ത് പൈസയാടോ ഇനി എന്നാ പറയുന്നത്. ശരിക്കും പറയാ സെക്കൻഡ് ഹാൻഡ് പല്ലിൻ്റെ പരിപാടി നല്ലൊരു പരിപാടി. പാവം ചിരിക്കുന്ന കേട്ടിട്ട് സെക്കൻഡ് ഹാൻഡ് പല്ലിൻ്റെ പരിപാടി നല്ല ബിസിനസ്സായി ഇല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെന്നാ ഇപ്പോൾ പ്രശ്നം. പക്ഷെ പെണ്ണുങ്ങളെ വല്ല ആണുങ്ങൾ വെക്കരുത് എന്നേ ഉള്ളൂ അല്ലേ. അല്ല ഞാൻ ആലോചിച്ച് നോക്ക്, പെണ്ണുങ്ങളെ വല്ല ആണുങ്ങൾ വെക്കരുത്, അത് പ്രശ്നമാണ്. അല്ലാണ്ട് ആണുങ്ങളെ വല്ലേനാന്ന് നല്ലോണം തേച്ച് എടുത്താൽ എന്താ പ്രശ്നം? എന്തെങ്കിലും പിന്നെ ലായനി കലക്കിയ വെള്ളത്തിലെല്ലാം മുക്കിയെടുത്താൽ മഞ്ഞ ഒഴിവാക്കാം അല്ലേ. നമ്മൾ ഓരോരുത്തർ ഇപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ തേച്ചാൽ മതിയല്ലോ. ലേശം നമ്മൾ ഗ്രാനൈറ്റ് എല്ലാം ഇങ്ങനെ തേച്ച് നല്ല മിനിസാക്കുന്നില്ലേ. ഇപ്പം എനിക്ക് ഗ്രാനൈറ്റ് ഓർമ്മ വരുന്നത്. ഇന്ന് സുജിത്ത് ഇങ്ങനെ മിനിസാക്കിയത് അടുക്കളയത്തെ മിനിസം സ്റ്റാർ അവൻ മിനിസൻ എന്ന് വിളിക്കണം. അങ്ങനെ ഒരു മോഡൽ ഇതാക്കിയതാ കൈയെല്ലാം മുറിയാണ്ടിരിക്കുവാനേ. അതുപോലെ സെക്കൻഡ് ഹാൻഡ് പല്ലും നല്ലത് തന്നെയാണ് കേട്ടോ. നല്ലത് നോക്കി കിട്ടിയ അത് വിട്, നമ്മൾ അതിലായിപ്പോയി ഉണ്ടെങ്കിൽ അറിയിച്ചോ. പിന്നെ വേറെ എന്തെന്നാ ഇന്ന് ഉറക്കിപ്പോൾ എനിക്ക് തിന്നാനാവില്ല. ഞാൻ ഇവിടെ വെച്ചോളാം, സുഖമായിട്ട് തിന്നാം. മൂപ്പര് അതിൻ്റെ ഇടയിൽ കൂടി പറഞ്ഞിക്ക് ഞാൻ നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ. പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിൽ മൂപ്പരെ പാട്ടൊന്നും എടുക്കുവാനായിക്കില്ല. ഈ വീഡിയോ മൂപ്പരെ പുരക്കാർ കാണുന്നുണ്ടെങ്കിൽ മൂപ്പരെ പുരക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മൂപ്പരോടൊന്ന് പറയും ഞാൻ ഇങ്ങനെ ചോദിച്ചു നിങ്ങളൊരു വീഡിയോ എടുക്കാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ ഒരു 5-6 കൊല്ലം കൂടിയും കയ്യട്ടാ അവനെന്നാണ് പറഞ്ഞത്. ഇപ്പം തരക്കടില്ലാണ്ട് ബിസിനസ് ഉണ്ട്, ബിസിനസ് ഒന്ന് ഡൗൺ ആകുമ്പോൾ ചെയ്യാമെന്നായിരിക്കും മൂപ്പർ ഉദ്ദേശിച്ച്. നല്ല അടിപൊളിയാണ് കേട്ടോ. എത്ര കാലമായിട്ടുള്ള കച്ചവടം അല്ലേ അത്. കുന്നമംഗലത്തല്ലേ ആദ്യം നെരിക്കുനുണ്ടായിന്. നമ്മളാ ചന്തയൊക്കെ പോകുന്നതിൻ്റെ ഉള്ളിൽ ആടല്ലേ, ആടുണ്ട്. ഞാൻ എപ്പം പോകുമ്പോൾ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ എനിക്കൊരു നുറുക്ക് ഇങ്ങനെ തരും. വെറുതെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് കാണിക്കുന്നുണ്ടാവും. അല്ലാണ്ട് എന്താ അവിടെ പോയിട്ട് മറ്റേ ആക്രം നിൽക്കുമ്പോൾ മൂപ്പാരിക്കാൻ തിന്നിട്ട് എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെ വെറുതെ. ഇത് കേട്ടിട്ട് ഇപ്പം മൂപ്പറ അതിൻ്റെ മുമ്പ് പോയിട്ട് നിങ്ങളിങ്ങനെ നിൽക്കണ്ടേ, അങ്ങനെയല്ല പറഞ്ഞ്. ഒരു 2-3 മാങ്ങുമ്പോൾ ഒന്ന് കൊടുക്കും, അല്ലാണ്ട് വെറുതെ അങ്ങനെ കൊടുക്കുമെന്നല്ല. എന്താ മൂപ്പറ കച്ചവടം പൂട്ടിക്കും എല്ലാം കൂടി വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയാണ് വാവ ഈ ഒച്ചപ്പാടെല്ലാം നൈസായിട്ട് ഉറങ്ങിക്കും. മാഷാ അല്ലാ, രക്ഷയില്ലാന്ന് അവന് തോന്നിക്ക്. ഈറ്റികൾ മിണ്ടാടുക്കല്ലാന്ന്, അതുകൊണ്ട് അവൻ ഉറങ്ങിയതാ. എന്നാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ. നുറുക്ക് അങ്ങനത്തെ നാടകത്തിൽ തന്നെ 250 എല്ലാം തരാം. എന്ത് ചെയ്യാനാ. അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്. നമ്മൾ പുരയിലിപ്പോൾ അടുക്കളയിലെ ടൈലൊക്കെ കംപ്ലീറ്റ് ഒട്ടിച്ചിട്ടോ. ടൈൽ ഒട്ടിച്ച് ഈ പെരുന്നാക്കേക്ക് എനിക്കവിടെ വരുവാനാവുമെന്ന് സംശയമാണ്. കാരണം നമ്മളവിടെ മൊത്തം ഒന്ന് ക്ലീൻ ആക്കുകയും വേണ്ടേ. ക്ലീൻ ആക്കുന്ന ഞാൻ വരുന്നതിന് 2 ദിവസം മുമ്പാക്കിയാൽ മതി. അല്ലാണ്ടാക്കിയിട്ട് കാര്യമല്ല. ഇവള് വായിലാടുത്ത ചെറ്റ വർത്താനേ ഇവള് പറയും. പിയാപ്പിളയാണെന്നുള്ളൊരു ബോധം ഇവർക്ക് വേണ്ടേ. ഇതെല്ലാം അറിയാമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിക്കല്ലോ, മക്കളെ നിങ്ങൾ അടുക്കള ഒന്ന് നോക്കല്ലിട്ടോ, ഇതൊക്കെ മടിയാണ്.
എന്തിനാ കാക്കങ്ങട് അല്ല അതിപ്പോൾ ആണുങ്ങൾ അങ്ങനെ തന്നെയാണ് അപ്പാടങ്ങ് എന്താ പറയുക ഞാള് ചെയ്യുന്നതായിട്ട് അവർക്ക് നിങ്ങൾക്ക് ചെയ്യാനാവോ നിങ്ങൾക്ക് ആകെ ഒരു അടുക്കള പണിയല്ലേ അറിയൂ. ഞാൻ അങ്ങനെ അതിശയിപ്പിച്ചല്ല കേട്ടോ, പഠിച്ച് പണി നേടിയ ആൾക്കാരുണ്ട്, അങ്ങനെയല്ല ഞാൻ വെറുതെ പറഞ്ഞു. ഇവളെ ഞാനൊരു ബിസിനസ് ഗേളാക്കും, ഒരു ഓണ്ടർപ്രണർ. എനിക്ക് താല്പര്യം ഉണ്ടോ? എന്നിട്ട് വേണം എനക്കൊരു പണിക്കും പോവാണ്ട് അങ്ങനെ നിൽക്കുക. എനിക്ക് ഇടങ്ങാറ്. ഞാൻ നിങ്ങൾ പണിയെടുക്കില്ല നല്ലല്ലോ പറഞ്ഞേ. അത് ശരിയാ. അല്ല കിച്ചൺ ഞാൻ അത് ചിലപ്പോൾ ഒരു മടി പിടിക്കും, പക്ഷേ മെനഞ്ഞാന്ന് ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ആക്കിയതാ മൊത്തം എല്ലാം സെറ്റ്. നിങ്ങൾ നല്ലോണം വിചാരിച്ചാൽ നിങ്ങൾ ആക്കൂലെന്ന് ഞാൻ പറയില്ല, ഒക്കെ നല്ലോണം ഉണ്ടാക്കും. ഞാനവിടെ വന്നാന്ന് ഡ്രസ്സ് ഉണ്ട് ഒരു കസാരമ്മേല്, അതുണ്ട് ആടെ ഉണ്ട് ഇവിടെ ഉണ്ട്, എന്താ ഇപ്പം പറയുന്നില്ല. ഇനിയും പോരാണ്ടല്ലോ വെച്ചതാ നമ്മളെ റൂമിൽ പണിക്കാരെല്ലാം നോക്കുമ്പോൾ നല്ല മുറി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണ് കിട്ടണ്ടെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ അങ്ങ് ബെതറി ഇട്ടത്. അല്ലാണ്ട് എനിക്ക് ക്ലീൻ ആക്കുവാനായിട്ടൊന്നുമല്ല. ഇനി മനസ്സിലായി. അലമാര നോക്കിയാലോ എൻ്റെ ബോധം പോയി. അതെന്നാ പഴയത് അലമാരയിലും നല്ലത് നിലത്തു വെക്കാം. അലമാരയിൽ ഞാനൊന്നും വെച്ചില്ല, എല്ലാം നിലത്ത് തന്നെയാണല്ലോ ഉള്ളത്. ആദ്യത്തൊക്കെ ചുറ്റിട്ട്. അല്ല ആണുങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അത് പിന്നെ എന്താ പറയുക, എല്ലാത്തോരും ഉണ്ടാവും. ഞാൻ വന്നാൽ റെഡി ആവൂലേ? ഇനി വന്നാൽ റെഡി ആവുമായിരിക്കും. എന്ന് വിചാരിച്ച് നമ്മളായിട്ട് വൃത്തിയില്ലാത്തവരൊന്നും അല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ അങ്ങ് വിചാരിക്കണ്ട. പിന്നെന്ന് പറഞ്ഞാൽ ചിലത് അങ്ങനെ ഇങ്ങനെ അങ്ങ് ആയി പോന്നെയാ. അതൊരു രസമാണല്ലോ. ഇത് രസമായിട്ടല്ല. ആയിക്കോട്ടെ, വാവേന അടുത്ത് എന്തിഞ്ഞോ വാവ ആണോ? മുത്തിനെന്നാ കിടത്തിക്കോ, ഒന്നൊങ്ങീക്ക് പാവം. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വേറൊന്നും ഇല്ല. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ എന്തെന്നാ ഇപ്പോൾ ചെയ്യുകയെന്ന്, ഭക്ഷണം കഴിക്കുന്ന എടുക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും ആരും വാങ്ങലില്ല. എന്തോ ഒരു കണ്ടെയ്നർ കടലിൽ മറിഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ട് മീനൊന്നും ആയിരിക്കും വാങ്ങാൻ പേടിയല്ലേ. ശരിക്കും നിങ്ങളവിടെ മീൻ വാങ്ങലില്ലേ? എന്തെന്നാ സ്ഥിതി? നിങ്ങൾ മീൻ കൂട്ടാണ്ട് നിൽക്കുന്നു, മീൻ കൂട്ടാണ്ട് നിൽക്കുവാനാകുന്നില്ല അല്ലേ? ഏതെങ്കിലും തോട്ടിൽ നിർബന്ധമാണല്ലോ ഞാൻ വിചാരിച്ചു. അല്ല ഞാനിന്ന് ചെറുപയറിൻ്റെ അകത്ത് കുറച്ച് മീനിൻ്റെ സാലനം ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കടയിൽ പോയിട്ട് കഴിച്ചിരുന്നു. അതിപ്പം പ്രശ്നം ഉണ്ടാവുമോ? മീനിട്ടാണല്ലോ സാലനാകുന്നത്. സാലനല്ലേ, മീൻ കൂട്ടിക്കില്ലല്ലോ. ആയിക്കോട്ടെ, മീൻ അങ്ങോട്ട് ബന്ധയിലേക്ക് ആവുകയല്ലോ. അത് കകുമ്പോൾ അതിൻ്റെ തോലെല്ലാം പോക്കുമ്പോൾ അങ്ങ് പോയി ഉണ്ടാവില്ലേ? അത് തിന്നോ ഇനി പണ്ട് കാര്യമല്ല. ഇപ്പം എന്തെന്നാ വേണ്ടിയ കണ്ടെയ്നറല്ലേ എന്തെന്നാലും ഉള്ളത്? നിങ്ങൾക്ക് ആയിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങളെ സംശയമല്ലേ നിങ്ങളിവിടെ പറയട്ടോ. ഉണ്ടോ? നിങ്ങളെല്ലാവരും വാങ്ങലുണ്ടോ? മീൻ വാങ്ങുന്നവരൊക്കെ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ വാങ്ങലുണ്ടാണ് ഇനിയും കൂട്ടിക്കോ എന്നുള്ള കമൻറ്റ് ഉള്ളവർ പറയും. എന്നാൽ പിന്നെ മര്യാദയ്ക്ക് നമുക്ക് അത് കൂട്ടാലോ. മനുഷ്യന് ബേജാറ് ഉള്ളുന്നൊരു കാളല്ലേ, അതുകൊണ്ടാ. പൊരിച്ച മീൻ മീനിൻ്റെ കടയിൽ എല്ലായിടത്തിലും വിശാലമായിട്ട് മീനൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തോ ആയിട്ട് ഇപ്പം ഞാൻ അവൻ എണീപ്പിക്കല്ലേ ഇനി കുലുങ്ങി ചിരിച്ചിട്ട്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ കിടത്തിക്കോ. നുറുക്ക് രക്ഷയില്ല, കറുമുറുവാ. ഒന്ന് കിടന്നിട്ട് മുറിഞ്ഞങ്ങ് പോവും. ഏറ്റവും മുമ്പ് ഒരു ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കേട്ടോ. അത് ഇഞ്ച നാട്ടിലുള്ള കാര്യം ഇഞ്ഞല്ലാണ്ട് പിന്നെ എനക്കെങ്ങനെ തിരിയാ? ഞാൻ അഭിപ്രായിക്കാനോട് ചോദിക്കാനാ? ഞാൻ പോലെ വടകര വന്നവരോന്ന് ചോദിക്കും. വടകര ഏറ്റവും നല്ല പിന്നെ തലക്കറി എവിടെയാ കിട്ടുമെന്ന് ചോദിക്കും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ ഈ മത്തിയ മുളേശൻ അല്ലാണ്ട് വേറെ തലക്കറി അന്ന് കേട്ടില്ലല്ലോ. മീൻ്റെ തല വെച്ചിട്ടുള്ള കറി, അതുപോലെ കുടല് മറിഞ്ഞതെല്ലാം കിട്ടുന്ന കട അങ്ങനെ പലതും ഉണ്ട്. ഡയറുവത്ത് മറ്റേ കൈനാട്ടിയുണ്ട് നമ്മളൊരു കട. ഒന്ന് പോവാണേന്നാ പാവമുത്തിൻ്റെ ഉറക്ക് പോയി. ഇനി അന്ന് അത് മതി, ഓൻ ഉറങ്ങിക്കോട്ടെ.